ഗായ്സ്, അപ്പം നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തി അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ. ഇത്ര ഒരു 6 മണി 6:30 7 മണിയായിട്ട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്, ചെറിയൊരു കട്ടായിട്ടാണ് എടുത്തത്. അങ്ങനെ കാലത്ത് തന്നെ നമ്മളൊരു 6 മണി 7 മണി കൂടി അല്ല 6 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. നമ്മളൊരു 7 മണി 7:30 കൂടി ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ് വന്നാക്കണത്. കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുലർച്ചെ തന്നെ വന്നു. നമ്മൾ നൈറ്റ് ഒരു 1:30 കൂടി നമ്മൾ അവിടെ എത്തിയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. 4 ബെഡ്റൂമൊക്കെ ഉള്ള ഹോം സ്റ്റേയിലാണ് ഞങ്ങളുടെ ഒരു 10-26 പേരെന്തോ ഉണ്ടായിരുന്നു. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചു. കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ എല്ലാവരും വന്ന കോലത്തിൽ തന്നെ എണ്ണിട്ട് പോന്നേക്കണം. ഞാൻ മാത്രം കുളിച്ചായിരുന്നു, കാരണം ഞാൻ തലേ ദിവസം വൈകുന്നേരം കുളിച്ചില്ല. അതുകൊണ്ട് ഞാൻ പുലർച്ചെ എണീറ്റ് എല്ലാവരും എണീക്കണേക്കാളും കുളിച്ച് റെഡിയായി നേരെ നമ്മളെല്ലാവരും കൂടി ഇലവീഴ പൂഞ്ചിറയിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ ജീപ്പിന് കയറാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. പക്ഷേ എടുത്തിനെങ്കിൽ നഷ്ടമായേനെ ഗൈസ്. നമുക്ക് ജീപ്പിൽ വരേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നല്ല പോലെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആ തണുപ്പൊക്കെ ആസ്വദിച്ച് കയറാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് ഈ വന്ന ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു 6:30 7 മണി 8 മണി നേരത്തേക്ക് വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് വിശാലമായിട്ട് തണുപ്പൊക്കെ ആസ്വദിച്ച് കയറാൻ കണ്ടത്. ആ പച്ചപ്പ് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ചൂടിൻ്റെ കാഠിന്യം കുറവാണെന്ന്. ചൂടില്ല, തണുപ്പാണ് കേട്ടോ. ഇടയ്ക്കൊരു വെയിലൊന്ന് വരും. ആ വെയിലിന് അത്ര വലിയ കാഠിന്യം ഉണ്ടാവാറില്ല കേട്ടോ. അത് മങ്ങയും ചെയ്യട്ടെ. ഒരു മങ്ങിയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ വീഡിയോ എടുത്തിട്ട് തന്നെ. അതാണ് ഞാൻ അങ്ങനെ ചലിക്കാണ്ട് നിൽക്കുന്നത്. ഞാൻ വീഡിയോയിൽ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആൾക്കത് അറിയില്ലായിരിക്കാം, രഗ്ദേച്ചിക്ക്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു. ആൾ തോർത്തൊക്കെ എടുത്തിട്ടാണ് കയറിയേക്കണം, കാരണം വേർപ്പ് തുടയ്ക്കാനായിട്ട്. പക്ഷേ വേർപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവർ പറഞ്ഞത് കുളിക്കാണ്ട് പോയത് നന്നായി. കുളിക്കാണ്ട് പോകണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുളിക്കണ്ടേ. പക്ഷേ ഞാനൊരു അബദ്ധം പറ്റുമോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കാലത്തല്ലേ, വേർക്കൊന്നും ഇല്ല. അതായത് ചെറുതായിട്ടൊക്കെ ഒന്ന് വേർത്തായിരുന്നു കേട്ടോ. ഒന്ന് കയറ്റം കയറുന്നതിൻ്റെ ആയിരിക്കാം. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോയി. താഴ്വാരം കാണാൻ നല്ല രസമാണ് കേട്ടോ. ശരിക്കും നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല അടിപൊളി പ്ലേസുകൾ ഉണ്ടായിട്ട് നമ്മൾ പിന്നെ വേറെ നാടുകളിൽ പോയി കാണേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ സുന്ദരമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ പണ്ട് വന്നെന്ന് ആഗ്രഹിച്ചതാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കക്കല്ല്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇല്ലിക്കക്കല്ലിലോട്ടാണ് കേട്ടോ പോണത്. അതൊരു വൈകുന്നേരം ഒരു 4:30 5 പ്ലാൻ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിനോട് ചെന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഈവനിങ് ഇറങ്ങാനായിട്ട് പ്ലാൻ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷൻ പോലത്തേക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ബിൽഡിങ്. അങ്ങനെ അവിടെ നമ്മൾ വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു എല്ലാവരും. അപ്പോൾ ബ്രെഡും ജാമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും വിഷ്ണുവേട്ടനും കൂടി തകർപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും എടുത്തു. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് നരസിംഹത്തിലെ മോഹൻലാൽ വന്ന പോലെയായിട്ട് തോന്നിയത്, മുണ്ടും മടക്കി കുത്തിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ലതായി പുറകിൽ നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല തണുപ്പും കോടയും മഞ്ഞും നമ്മുടെ ആ ഒരു ചൂട് കാലാവസ്ഥയില്ല പൊന്നേ. നമ്മുടെ വീട്ടിലൊക്കെ ഒട്ടുക്കത്തെ ചൂടാണ്. ഒട്ടുക്കത്തെ ചൂടെന്ന് വെച്ചാൽ ഒട്ടുക്കത്തെ ചൂട്. അതിൽ നിന്നൊക്കെ ഒരു തണുപ്പ് അനുഭവിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക, അത് ആസ്വദിച്ച് തന്നെ നമ്മൾ അനുഭവിക്കണം. ഭയങ്കര തണവായിരുന്നു കേട്ടോ. ചൂട് സമയത്തൊക്കെ നമുക്ക് ഇതേപോലത്തെ തണുപ്പ് സ്ഥലങ്ങളിൽ ടൂർ പോകണേട്ട് ഏറ്റവും നല്ലത്. നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, ഒരു മെനക്കെടാന്നുള്ളൊരു ഇതില്ലേ, അതുണ്ടാവില്ല. റിലാക്സ് ആയിട്ട് പോയി വരാം. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് അടിപൊളി ട്രിപ്പായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇറങ്ങണ സമയമായപ്പോൾ വെയിൽ നല്ലോണം വന്നായിരുന്നു കേട്ടോ. ഇടയ്ക്കൊരു വെയിൽ വരും, പിന്നെ മങ്ങും. ഞാൻ പാറുവിൻ്റെ ഒരു ഇതെടുത്തിട്ട് തലയിലിട്ടിട്ടുണ്ട് നടന്നത്. പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ഇറങ്ങണ നേരത്ത്. ഞങ്ങൾ ഇറങ്ങണ നേരത്തൊക്കെ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ കയറുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേജിനടുത്ത് വന്നു. അപ്പോൾ കുക്കിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറ് നല്ല ഓണാണ് കേട്ടോ. ആൾ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഉഷാറായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ കടകൾ കാണുമ്പോഴാണ് ആൾക്ക് ഇളകണത്. കാണുന്നതൊക്കെ വാങ്ങണം. അവൾ പറയണ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾക്ക് വാശിയാണ്. അതാണ് മെയിനായിട്ട് ഈ ട്രിപ്പ് പോയതിൽ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും ഫുഡടിയും കാര്യങ്ങളും ഉണ്ട്, ഡാൻസും പരിപാടികളൊക്കെ നടക്കേണ്ട. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു. പിന്നെ ചിക്കൻ വെച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ചിക്കനും ചോറുമായിട്ട് വേണം ചോറ് തിന്നാൻ. അങ്ങനെ ചോറ് തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇല്ലിക്കക്കല്ലിലോട്ടാണ് പോയി. അപ്പോൾ ഇത്രയുള്ള